വളരെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും വിനീത വന്ദനം. എന്നെവിടെ തുടങ്ങണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. നമുക്ക് 3 വാക്കുകൾ പരിചിതമാണ് ആംഗലേയ ഭാഷയിൽ. വല്ലതും മനസ്സിലായോ? ഞാൻ നന്നായി മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ മലയാളം മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കൂടെ പറഞ്ഞാൽ സന്തോഷമായിരുന്നു. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തകർക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് അങ്ങനെ വരുമോ എന്ന് എനിക്ക് പിടിയില്ല. ശ്രമിക്കാം. 3 വാക്കുകൾ. വി ആർ സോ ഫെമിലിയർ വിത്ത് 3 വേർഡ്സ്. ഡിസ്കവറി, ഡിസ്കവറി, അടുത്തത് പറയേ, ഡിസ്കവറി, ഇൻവെൻഷൻ, അടുത്തത് ഇതിനോട് ചേർന്ന് വരട്ടെ, ഡിസ്കവറി, ഇൻവെൻഷൻ, തേർഡ് വൺ ഇതിനോട് ചേർന്ന് വരട്ടെ, ഡിസ്കവറി, ഇൻവെൻഷൻ, ദാറ്റ് ലാസ്റ്റ് വൺ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, എന്നെക്കാട് മുന്നേ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണെന്ന്. ഇതിനോട് നമ്മളൊന്ന് ചേർത്ത് വെക്കുക. അതിനടുത്ത് വരുന്നുണ്ട് ഇച്ചിരൂടെ. ഡിസ്കവറി, ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ. നിങ്ങൾ ഇത്രയും നേരം ചെയ്തത് എന്തായിരുന്നു? കുറച്ച് മുമ്പ് പ്രസംഗം തുടങ്ങുന്ന വരെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നത്തിങ് ഡിസ്കവേർഡ്, നത്തിങ് ഇൻവെന്റഡ്, ബട്ട് സംതിങ് ഇന്നോവേറ്റ്. അല്ലേ? ഇന്നോവേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ, ഡൂയിങ് സംതിങ് ഇൻ എ ന്യൂ വേ. അല്ലേ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ പരിപാടി. നോട്ടീസ് നോക്കിയപ്പം പ്രസംഗം 9 മണിക്ക്, അല്ല മറന്നുപോയി, 8:30 എന്ന് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിൻപുറത്തുനിന്നല്ലേ വരുന്നേ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ ഇങ്ങനെ രാജ്യം മാറിയും ദേശം മാറിയൊക്കെ പോകുമെങ്കിലും ഭൂരിപക്ഷ സമയം ഞാൻ കേരളത്തിലാണല്ലോ. നാട്ടിൽ പരിചയമില്ലാത്ത നോട്ടീസ് കണ്ടപ്പോൾ ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചു, എന്താണ് ഈ പരിപാടി. സുനിലച്ഛൻ എനിക്ക് കുറേ പരിചയമുള്ള ആളായതുകൊണ്ട് അച്ഛനൊരു ചെറിയ ബ്രീഫ് തന്നു, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിലൊരു പ്രസംഗത്തിന്റെ അനിവാര്യതയില്ല. കാരണം നമ്മുടെ കുട്ടികൾ നന്നായി നിങ്ങളോട് അമ്മ മറിയമ്മനെ കുറിച്ചും മാതാവിന്റെ ജീവിതത്തിന്റെ സുന്ദരമായ മഹനീയമായ ആത്മീയ ദർശനങ്ങളെ കുറിച്ചുമൊക്കെ പല രീതിയിൽ അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാന് വളരെ സന്തോഷമുണ്ട് ഈ സന്ധ്യയിൽ, പ്രത്യേകിച്ച് ഇത്രയും കുട്ടികളെ മുന്നിൽ കാണുന്നത്. അല്ലേ? നാട്ടിൽ പോലും ഇത്രയും കുട്ടികളെ സന്ധ്യായോഗത്തിൽ കിട്ടുക നന്നേ പ്രയാസമാണ്. നാട്ടിൽ ഇവിടെ ഇത്രയും കുട്ടികളെ മുന്നിൽ കിട്ടുന്നത് നന്നേ സന്തോഷമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ ആം നോട്ട് സോ കേപ്പബിൾ ടു ഹാൻഡിൽ ദീസ് കിഡ്സ്. എന്നിരുന്നാലും മുതിർന്നവരെ ഉദ്ദേശിച്ചാണ് ഞാൻ കൂടുതലും പറയുക. അധികം എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കിട്ടുമെന്ന് ഞാൻ അതിലൂടെ നിങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സഭാജീവിത അനുഭവ വഴിയിൽ നമുക്ക് വളരെ പരിചിതമായ അനുഷ്ഠാനമാണ് നോമ്പ് എന്ന് പറയുന്നത്. അല്ലേ? നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഇതൊരു ബർഡനാണ്. അല്ലേ? തോന്നാറില്ലേ? ഇതൊരു പ്രസംഗമൊന്നുമല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള കൺവെൻഷൻ ഏതാണ്? വലിയ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ ആണോ ഇത്? അല്ല. ബോംബെ കൺവെൻഷൻ ആണോ? അല്ല. ഇത് നിങ്ങൾ ഇത്രയും പേര് നിങ്ങളുടെ സുന്ദരമായ മുഖം ഞാൻ കാണുന്നു. അത്രയ്ക്ക് സുന്ദരമല്ലാത്ത എൻ്റെ മുഖവും നിങ്ങൾ കാണുന്നു. അല്പനേരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, പിരിയും, ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാജീവിതത്തിന്റെ വഴിയിൽ നമുക്ക് ഏറെ അടുപ്പമുള്ള, മമതയുള്ള, പരിചയമുള്ള ഒരു അനുഷ്ഠാനമാണ് എന്ത്? നോമ്പ്. ലെന്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയറായ ഒരു അനുഷ്ഠാനമാണ്. അതേസമയം ഇത് പലപ്പോഴും ഒരു ബർഡനായി നമുക്ക് തോന്നാറും ഉണ്ട്. അല്ലേ? തോന്നാറില്ലേ? ഇല്ലേ? ഇല്ലേ? എന്നോട് ഇത്രയും പണക്കത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? 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 ഉണ്ട്. കുഴപ്പം വല്ലതും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം പേരും വ്യക്തിപരമായി നമുക്കൊരു പരിചയവും ഇല്ല. നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒരു കാലത്ത് ഞാൻ ഇവിടെ വികാരിയായിട്ട് വരികയുമില്ല. പിന്നെ നമ്മൾ തമ്മിൽ ഇത്രയും
കടുത്ത ഒരു അകലത്തിന്റെ കാര്യമൊന്നുമില്ല. ഇത്തിരി നേരം 2-3 ദിവസം കാണും, പോകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, പണ്ടും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആവും, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? അപ്പൊ മിടുക്കനായ പിള്ളേര് എന്ത് പറയും? ചാടി ചാടി ഉത്തരം പറയും. അത്രത്തോളം മിടുക്കില്ലാത്ത എന്നാൽ കൗശലമുള്ള പിള്ളേരുണ്ടാവും. അവരെന്ത് ചെയ്യും? ഉത്തരം പറയുന്ന പിള്ളേരുടെ മുഖത്ത് നോക്കി അവരുടെ ചുണ്ട് അനങ്ങുന്ന മാതിരി എന്ത് ചെയ്യും? ഇവരും ഇങ്ങനെ ചുണ്ടനക്കും. അങ്ങനെ ചെയ്ത ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ടെന്നും എനിക്കറിയാം. അതേമാതിരി ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നോട് അല്പം ഒരു ആഭിമുഖ്യം കാട്ടി ചെറിയ നനക്കിയെങ്കിലും മതി. ഒന്നാമതിന്റെ ശബ്ദം എനിക്ക് തന്നെ വഴങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വല്ലതുമൊക്കെ ചോദിക്കുന്നത്. നോമ്പ് നമുക്ക് പലപ്പോഴും ഇന്ന് ഒരു ബർഡനായി, ഒരു ഭാരമായി തോന്നാറുണ്ട്. സത്യത്തിൽ ഈ നോമ്പ് എന്താണ്? നമ്മുടെ ചിന്തയിൽ നോമ്പെന്ന് പറഞ്ഞാൽ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ കുറെ ദിവസത്തേക്ക് വേണ്ടെന്ന് വെക്കണം. ചിലതിനോടൊക്കെ ഒരു 15 ദിവസത്തേക്ക് നോ. എത്ര ദിവസത്തേക്കാ? ഹാർഡ്ലി 2 വീക്സ് പറയാണ് നോ. അകത്താക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്തോ ഒരു ചില നിർബന്ധം കൊണ്ട് നമ്മൾ പറയാണ്. അവിടെ ഇരിപ്പുണ്ടേലും കണ്ടില്ല എന്ന് വെക്കുകയാണ്. ആഗ്രഹിക്കില്ലാഞ്ഞിട്ടല്ല, ഏതോ ഒരു നിർബന്ധം കൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ പതിവ് വിട്ട് ഇത്തിരി ആവേശത്തോടെ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഭക്ഷണവർജനത്തിന്റെയും പ്രാർത്ഥനയുടെ ഒരു പുതിയ ശീലത്തിന്റെയും അപ്പുറത്ത് ഈ അനുഷ്ഠാനത്തിന് എന്ത് ആഴമായ സ്വാധീനമാണ് നമ്മിൽ ചെലുത്തുവാൻ കഴിയുക? ഭക്ഷണം കുറെ ദിവസത്തേക്ക് നമ്മളൊന്ന് ക്രമീകരിക്കുന്നു, പ്രാർത്ഥനയും ഒന്ന് നമ്മൾ കുറെ കൂടി ഒന്ന് ആക്റ്റീവാക്കുന്നു. അതിനും അപ്പുറം ഈ അനുഷ്ഠാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് എന്താണ്? ഞാൻ പറയും, നോമ്പ് എന്ന് പറയുന്നത് പ്രൈമറിലി ആൻഡ് ബേസിക്കലി ഇറ്റ്സ് എ ഗ്രേറ്റ് റിമൈൻഡർ. നോമ്പ് എന്താണ്? ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു റിമൈൻഡറാണ്. എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? ഇതെന്താണ് ഓർമ്മിപ്പിക്കുന്നത്? അടിസ്ഥാനപരമായി 2 കാര്യങ്ങളാണ് ഈ അനുഷ്ഠാനം ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, ഞാനും നിങ്ങളും ഈ ഭൂമുഖത്ത് ആരാണ്? നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, ഫിലോസഫിക്കായിട്ട് സോഷ്യോളജിക്കലി ഒക്കെ പറയും, ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ നമ്മെ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയാറില്ലേ? ചുമ്മാ തലയാട്ടിയരെ പറയാറില്ലേ? പറയും. എന്താണ് ഐഡന്റിറ്റി? ഞാൻ ആരാണ് എന്നൊരു ബോധം, മലയാളത്തിൽ സ്വത്വബോധം എന്നൊക്കെ പറയും. നമുക്ക് തന്നെ അറിയാൻ മേല ഈ ഭൂമുഖത്ത് ഞാനും നിങ്ങളുമൊക്കെ ആരാണ്? ഈ ചോദ്യത്തിന് വളരെ അടിസ്ഥാനപരമായ മൗലികമായ ഒരു ഉത്തരമാണ് ഈ അനുഷ്ഠാനം നൽകുന്നത്. നിരന്തരമായി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭൂമുഖത്ത് ഞാനും നിങ്ങളും ആരാണ്? ഒത്തിരി ഉത്തരങ്ങൾ പറയും. എന്നാൽ നോമ്പിന്റെ പരിഗണനയിൽ ഏത് വിശ്വാസിയും ഈ ഭൂമിയിൽ ആരാണ്? നോമ്പ് പറയുകയാണ്, ഞാനും നിങ്ങളും ക്രിസ്തുവിന് മണവാട്ടിയാണ്. എന്താണ്? ക്രിസ്തുവിന് മണവാട്ടിയാണ്. ഇഷ്ടമുള്ള ഒരു ഐഡന്റിറ്റി ആണോ? ഞാനും നിങ്ങളും ആരാണ്? ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ ഞാനും നിങ്ങളും ഒരുപോലെ ആർക്ക് മണവാട്ടിയാണ്? ക്രിസ്തുവിന് മണവാട്ടിയാണ്. ആര്? ഞാനും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മകൻ ചോദിച്ചല്ലോ, ഒരു ഓപ്ഷനിൽ തന്നു. അമ്മ മറിയമിനെ ഏതിനോടാണ് സഭയുടെ വേദശാസ്ത്രത്തിൽ ഊമച്ചിരിക്കുന്നത്? ഒരു ഓപ്ഷൻ എന്തായിരുന്നു? ബ്രൈഡ്. വേറൊരു ഓപ്ഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഈവ്. തേർഡ് ഓപ്ഷൻ എന്തായിരുന്നു? അയ്യോ, എന്തായിരുന്നു മൂന്നാമത്തെ ഓപ്ഷൻ? എന്തായിരുന്നു? ഉത്തരവാദമായിരുന്നു. എന്തായിരുന്നു? ന്യൂ ഈവ്. ചർച്ച് എന്ന് പറഞ്ഞു, ന്യൂ ഈവ് എന്ന് പറഞ്ഞു, ബ്രൈഡ് പറഞ്ഞു. 3 ഓപ്ഷനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് എന്ത്? ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. എന്തിനായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഒക്കെ ആരാണ്?
ക്രിസ്തുവിന് മണവാട്ടിയാണ്. നമ്മൾ സാധാരണ ബ്രൈഡ് ഗ്രൂം, ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെ, പുരുഷനെ കാണുമ്പോഴെല്ലാം നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുമോ? ഇപ്പോൾ ആരെങ്കിലും എന്നെ ഒരു ഗ്രൂം എന്ന് വിശേഷിപ്പിക്കുമോ? ബ്രൈഡ് ഗ്രൂം എന്ന് വിശേഷിപ്പിക്കുമോ? എന്നെ വിശേഷിപ്പിക്കുമോ? കാരണം പ്രായം ഒത്തിരിയായി അല്ലേ? ഇപ്പൊ എന്നെ കണ്ടാൽ ആരെങ്കിലും അച്ഛനൊരു ബ്രൈഡ് ഗ്രൂമാന്ന് പറയുമോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ബ്രൈഡാന്ന് പറയാൻ പറ്റുമോ? പേരൊന്നും ഞാൻ പറഞ്ഞ് റിസ്ക് എടുക്കുന്നില്ല. ഗതികന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? ഒരു പ്രത്യേക കാലത്തേക്കാണ് ഒരു പുരുഷനെ മണവാളനെന്നും ഒരു സ്ത്രീയെ മണവാട്ടിയെന്നും വിളിക്കുക. ഏത് കാലത്തേക്കാ വിളിക്കുക? ഏത് കാലത്താ നമ്മള് പുരുഷനെ മണവാളനെന്നും സ്ത്രീയെ മണവാട്ടിയെന്നും വിളിക്കുക? ഒരു പ്രത്യേക പീരിയഡ് ഓഫ് ടൈമാണ്. അതിനൊരു പീരിയഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കാണണം? 2 ലിമിറ്റ്സ് കാണണം. എൻഡ് ആൻഡ് സ്റ്റാർട്ട്. 2 ലിമിറ്റ് വേണം. എന്ന് തൊട്ടെന്ന് വരെ. വിവാഹം ഉറപ്പ് മുതൽ മണവറ വരെയുള്ള കാലമാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങളുടെ പ്രദേശം, അതുകൊണ്ടാ. വിവാഹം നിശ്ചയം മുതൽ മണവറ വരെയുള്ള കാലത്താണ് ഒരു പുരുഷനെ മണവാളനെന്നും ഒരു സ്ത്രീയെ മണവാട്ടി എന്നും വിളിക്കുക. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് സഭ, ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ പണി എന്താണ്? മണവാളനായ ക്രിസ്തുവിന് വേണ്ടി കാതും കണ്ണും മനസ്സും ശരീരവും ഒരുക്കി കാത്തിരിക്കുക മാത്രമാണ്. 2 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുക. ഞാനും നീയും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് അവന് വേണ്ടി ശരീരവും മനസ്സും ഒരുക്കി കാത്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ എൻ്റെ പണി. ഇതിനപ്പുറത്ത് എന്ത് പണിയാണ് ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത് സഹോദരങ്ങളെ? പക്ഷെ നമ്മുടെ പരിപാടി മൊത്തവും ഈ പറഞ്ഞതിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഇന്നും നമ്മൾ നടത്തുന്ന സകല വ്യവഹാരങ്ങളും നടപടികളും. അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് കണ്ണും കാതും ശരീരവും മനസ്സും അവന് വേണ്ടി ഒരുക്കി കാത്തിരിക്കണം. അങ്ങനെയെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, എൻ്റെ ജീവിതം മുഴുവൻ ഈ നോമ്പാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു പണിയില്ലേ? ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, സഹോദരങ്ങളെ, ഓഗസ്റ്റ് 1-ാം തീയതി ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ശൂനോയ നോമ്പ് ആരംഭിക്കുകയാണ്. അതെങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇച്ചിരി കഴിയുമ്പം വീണ്ടും സുനിലച്ചൻ അനൗൺസ്മെന്റ് ചെയ്യും, സഹോദരങ്ങളെ അറിയാമല്ലോ, ഡിസംബർ വരികയാണ്, 1-ാം തീയതി എന്ത് തുടങ്ങും? എൽദോ നോമ്പ് തുടങ്ങും. അതും 25 ദിവസം കഴിഞ്ഞ് ഒരു പരുവത്തിന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ദേ വരുന്നു. ജനുവരി പകുതി കഴിയുമ്പോൾ അത് ടെൻറ്റേറ്റീവാണ്, പറയും 3 ദിവസത്തേക്ക് ഒരു 3 നോമ്പ്. അത് ഇച്ചിരി ആശ്വാസം, 3 ഉള്ളല്ലോ. അതങ്ങോട്ട് കഴിഞ്ഞ് കഷ്ടിച്ച 3 ആഴ്ച തികത്തില്ല, അതിന് വേണ്ട വലിയൊരെണ്ണം വരുന്നു അല്ലേ? എടുത്ത പൊങ്ങുവോ? 7 ആഴ്ചയുള്ള ഒരു വലിയത്. അതങ്ങോട്ട് കഴിഞ്ഞ് ഒരു 50 ദിവസം റിലാക്സ് ചെയ്യും അല്ലേ? ചെയ്യുന്നവരുടെ കാര്യം ഈ പറയുന്നത് കേട്ടോ, നിങ്ങൾ തലയാട്ട കാര്യമൊന്നും വേണ്ട. 50 ദിവസം അങ്ങോട്ട് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വരികയാണ്. കാണുന്ന വെള്ളി എല്ലാം നോമ്പ്, കാണുന്ന എല്ലാ ബുധനും നോമ്പ്. എടുത്ത പോകുന്ന പണിയാണോ? ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കണമായിരുന്നു, എൻ്റെ അച്ഛൻ പറഞ്ഞു. ഏതായാലും ഞങ്ങളുടെ അച്ഛന്മാരൊന്നും പറഞ്ഞില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ മണവാട്ടിയാണെങ്കിൽ ജീവിതം മുഴുവനും നോമ്പാ. എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോമ്പ് വിളിച്ചു പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ വെച്ചാ ചോദിക്കരുതേ. അതിനുള്ള ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ടാണ് ഇതുപോലെ വേർതിരിക്കപ്പെട്ട നോമ്പിന് ദിവസം വെച്ചിരിക്കുന്നത് എന്നറിയാമോ? ജീവിതം മുഴുവനും മണവാട്ടിയുടെ നോമ്പാണ്. നോമ്പെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കാത്തിരിപ്പ്. നോമ്പെന്ന വാക്കിന്റെ അർത്ഥം കാത്തിരിപ്പെന്ന ഒരു വിശാലമായ വിഷയമാണ്. അതിലേക്ക് പോകുന്നില്ല, ഞാൻ വളരെ ലഘുവായി പറഞ്ഞങ്ങ് തീർക്കുകയാണ്. അപ്പോൾ എന്തിനാണ്
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വേർതിരിക്കപ്പെട്ട ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്? പ്രശ്നമുണ്ട്. ഏത് കാലത്ത് ദൈവജനം ജീവിച്ചാലും കാലത്തിലും മനുഷ്യനും സമാനതകൾ ഏതാണ്ട് ഒരുപോലെയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേൽ, അല്ലേ? ഇസ്രായേലിനെ വിളിക്കുന്ന പേരെന്താണ്? ഉടമ്പടി സമൂഹമാണ്. കവനന്റ് പീപ്പിൾ എന്നാ പറയാ. എന്താണ്? ഉടമ്പടി സമൂഹം. ആരോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്? യഹോവയോട് ഉടമ്പടി ചെയ്ത് നീങ്ങുന്ന ഒരു സമൂഹമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവും മണവാട്ടിയായ സഭയും. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഉടമ്പടി സമൂഹമായാലും മണവാട്ടിയായാലും നാം ജീവിക്കുന്നത് എവിടെയാണ്? ഈ കണ്ട ലോകത്താണ്. ലോകത്തിന്റെ കാലം മാറുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായി വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഏത് കാലത്തും നമുക്കുള്ള പ്രശ്നം, നമ്മൾ എപ്പോഴും പ്രലോഭനത്തിന് വീണു പോകാൻ സാധ്യതയുള്ള മനുഷ്യരാണ്. എവിടെ തുടങ്ങിയതാണിത്? എവിടെ തുടങ്ങിയതാണ്? ഏതൻ തോട്ടത്തിൽ തുടങ്ങിയ പണിയാണ്. ഏത് കാലത്ത് മനുഷ്യരുണ്ടോ ആ കാലത്തെല്ലാം we are so prone to temptations. പ്രലോഭനത്തിൽ വീണു പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് എല്ലാ കാലത്തും നമ്മൾ ജീവിക്കുന്നത്. മണവാട്ടിയുടെ കണ്ണ് ആരെ കാണാൻ വേണ്ടിയാണ്? മണവാട്ടിയുടെ കണ്ണ് ആരെ കാണാൻ വേണ്ടിയാണ്? ആരെ കാണാൻ വേണ്ടിയാ? മണവാളന്റെ സുന്ദരമായ രൂപത്തിന് വേണ്ടി മാത്രം. അവളുടെ കാത് അവന്റെ മൃദുവായ ശബ്ദത്തിന് വേണ്ടി മാത്രം. അവളുടെ മനസ്സ് അവന്റെ സുന്ദരമായ ഓർമ്മകൾക്ക് വേണ്ടി മാത്രം. അവളുടെ ശരീരം അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി മാത്രം. കണ്ണും മനസ്സും കാതും ശരീരവും എല്ലാം മണവാളിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവളാണ് മണവാട്ടിയെങ്കിലും പ്രലോഭനങ്ങൾ ഏറെയാണ്. സുന്ദരമായ കാഴ്ചകളും മനോഹരമായ ശബ്ദങ്ങളും മോഹിപ്പിക്കുന്ന സാന്നിധ്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടം ഇങ്ങനെ കറങ്ങുമ്പോൾ നാം അറിയാതെ കണ്ണു പിഴയ്ക്കും, ചെവി പിഴയ്ക്കും, ശരീരവും മനസ്സും പിഴയ്ക്കും. ഈ പിഴവുകൾ തിരിച്ചറിയാനുള്ള ദിവസങ്ങളായി എന്തിനെ തിരിച്ചറിയണം? ഈ നോമ്പിനെ തിരിച്ചറിയണം. ഇന്ന് ഡേറ്റ് എത്രയാണ്? എത്രയായിരുന്നു? 12. എത്ര ദിവസമായി നോമ്പ്? 12 ദിവസം പൂർത്തീകരിക്കുകയാണ്. 12 ദിവസം കൊണ്ട് എന്ത് കഴിയണം? മണവാട്ടിയായി ഞാൻ കണ്ണിന്റെ വഴിക്ക് എവിടെയാണ് വീണുപോയത്? കേൾവിയുടെ വഴിക്ക് എവിടെയാണ് പിഴച്ചുപോയത്? മനസ്സും ശരീരവും ഏത് പ്രലോഭനത്തിലേക്കാണ് വഴിവിട്ടുപോയത്? ഈ വഴിത്തെറ്റുകൾ, പിഴവുകൾ, വീഴ്ചകൾ തിരിച്ചറിയുക, കഴിയും വേഗത്തിൽ ഇത് തിരുത്തി മണവാട്ടിയുടെ വ്രതശുദ്ധിയിലേക്ക് മടങ്ങി വരണം. ഇതിൽ നമ്മെ സഹായിക്കുന്ന അനുഷ്ഠാനത്തിന്റെ പേരാണ് എന്ത്? നോമ്പ്. ഇത് കഴിയുമ്പോഴാണ്, നിർവഹിക്കപ്പെടുമ്പോഴാണ് അമ്മ നമുക്ക് ആരായി മാറുക? അമ്മ നമുക്ക് ആരായി മാറുക? പ്രയോജനമുള്ളവളായി മാറുക. ഇന്ന് നമുക്ക് അമ്മ ആരാണ്? ഇന്ന് നമുക്ക് അമ്മ ആരാണ്? ഏതാണ്ട് ചില കാര്യങ്ങൾക്ക് ഞാൻ പുറകാലെ പറയാം, ഇപ്പം പറയുന്നില്ല. ചില കാര്യങ്ങൾക്ക് നമ്മെ ഒത്തിരി സഹായിക്കുന്ന ഒരു സാന്നിധ്യം മാത്രമാണ്. സത്യത്തിൽ അമ്മ നമുക്ക് ബലകരമായി തീരുന്നത്, കുറെ കൂടി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷ ആദായകരമായി മാറുന്നത് എപ്പോഴെന്നറിയാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോഴാണ്. വഴിത്തെറ്റുകളും പിഴവുകളും തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മ നമുക്ക് ആരായി മാറുക? ആദായമുള്ളവളായി മാറുക. കൃത്യമായി തിരിച്ചറിയണം, എൻ്റെ കണ്ണിന്റെ വഴി എവിടെ വെച്ചാണ് ഞാൻ വീണുപോയത്? കേൾവിയുടെ വഴിക്ക് എവിടെയാണ് ഞാൻ വഴിവിട്ടു പോയത്? മനസ്സും ശരീരവും ഏത് പ്രലോഭനത്തിലാണ് പെട്ടുപോയത്? ഇത് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് എന്തായി മാറും? ഫലകരമായി തീരും. സഹോദരങ്ങളെ, ഒരു വാക്യം ഈ സന്ധ്യയുടെ വിചാരത്തിന് വേണ്ടി വായിക്കട്ടെ. പരിചിതമാണ്, സങ്കീർത്തന വാക്യാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം വേദപുസ്തകത്തിൽ ഏത് ഭാഗത്തോടാണ്? സങ്കീർത്തനങ്ങളോടാണ്, അല്ലേ? കൈപൊക്കിക്കണോ? വേണ്ടല്ലോ. എന്താ കാരണം? പല കാരണം. കുറച്ചേ ഉള്ള. അമ്മച്ചീന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പേടിയാ വിളിക്കാൻ. നാട്ടിൻപുറത്ത് പോലും ഒറ്റ നോട്ടം നോക്കും എന്നെ, അമ്മച്ചീന്ന് എങ്ങാണോ വിളിച്ചു പോയെങ്കിൽ. അറിയാതെ അമ്മച്ചീന്ന് വന്ന, സോറി കേട്ടോ. എന്താ ആന്റി പറഞ്ഞേ?
ഉത്തരം പറഞ്ഞോ? ഇവരോട് കേൾക്കട്ടെ. സങ്കീർത്തനത്തോട് ഇത്രയും പ്രേമം തോന്നാൻ കാര്യം എന്താ? ഞാൻ പറയാം ഉത്തരം. പണ്ട് ഗായിക്ക കഴിഞ്ഞു, വാക്കുകൾ പഠിച്ചു, അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലത്ത് നന്നേ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ലഭിച്ചൊരു ശീലമുണ്ട്. വൈകുന്നേരത്ത് ചോറ് വിളമ്പും മുമ്പ് വീട്ടിലെ അപ്പൻ അമ്മയോട് ചോദിക്കും, വരുമ്പം എന്തോ ചോദിക്കും? എന്തോ ചോദിക്കും? എന്തോ ചോദിക്കും? നരച്ചോരൊക്കെയാ പറയണ്ടേ? പിള്ളേർക്ക് അറിയത്തില്ല, നരച്ചോരൊക്കെയാ പറയണ്ടേ? എടീ പിള്ളേര് സങ്കീർത്തനം വായിച്ചോ എന്നാ ചില പുള്ളികളൊക്കെ ചോദിക്കുക. ചിലർ ചോദിക്കും വേദപുസ്തകം വായിച്ചോ. ആ ഒരു ശീലം വളരെ ചെറുപ്പത്തിലെ കൂടിയതാ. അന്ന് മുതൽ ഇന്നയോളം ഏതെങ്കിലും ഭാഗം ആരെങ്കിലും വേദപുസ്തകം വായിക്കാൻ പറഞ്ഞാൽ നമ്മൾ തുറന്നാൽ കൃത്യം ഏതേ വരത്തുള്ളൂ. പ്രാർത്ഥനായോഗത്തിലായാലും ശ്രീസഭായത്തിലായാലും മരണ വീട്ടിലായാലും വേദപുസ്തകം തുറന്നോ കറക്റ്റ് ഏതേ വരത്തുള്ളൂ. അതൊരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അത്രയ്ക്ക് ആത്മമമത ഏതിനോട് ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അമ്മച്ചി എല്ലാം പറഞ്ഞോ? പറഞ്ഞോ? അല്ല, അത് എനിക്ക് തോന്നിയായിരുന്നു അമ്മച്ചി, എനിക്ക് തോന്നി. അതിന് ഉത്തരം ഞാൻ പറയാം. വേദപുസ്തകത്തോട് ഇത്രയും സങ്കീർത്തനത്തോട് താല്പര്യം തോന്നാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് ചുമ്മാത് രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. വേദപുസ്തകത്തിൽ ഇപ്പം കയ്യിലുള്ള പുസ്തകത്തിൽ ആകെ 66 പുസ്തകമല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുക ഉള്ളൂ. ഈ ഒന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 65 എണ്ണം ഉണ്ട്. ഈ 65 എണ്ണത്തിലും ആരാണ്ടൊക്കെയോ എന്തൊക്കെയോ നമ്മളോട് പറയുന്നു. അവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേൾക്കുകയാണ്, അല്ലേ? അങ്ങനല്ലേ? ആണോ? സങ്കീർത്തനത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം. നമ്മളെ പോലെ സാധു മനുഷ്യർ ഏതാണ്ടൊക്കെ ചോദിക്കുന്നു, ഇല്ലേ? ഏതാണ്ടൊക്കെ ചോദിക്കുന്നു. ആരോട്? രണ്ടുപേരോടാണ്. ആദ്യം ഈ മനുഷ്യൻ തന്നോട് തന്നെ ചോദിക്കും, എന്നിട്ട് ദൈവത്തോടും ചോദിക്കും, എന്നിട്ട് ദൈവസന്നിധിയിൽ അതിന് ഉത്തരം കണ്ടെത്തി എഴുന്നേറ്റ് പോകും. ഈ പരിപാടി നടത്തുന്നതിന് പേരാണ് സങ്കീർത്തനം. ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ ജീവിതാനുഭവങ്ങളും എവിടെ കാണാം? സങ്കീർത്തനത്തിൽ കാണാം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സ് സങ്കീർത്തനത്തോട് റിലേറ്റഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടാൽ തുറന്നാൽ ഏത് കിട്ടുന്നത്? സങ്കീർത്തനം കിട്ടുക. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഏത് മനുഷ്യനും ഏതെങ്കിലും ഒരു സങ്കീർത്തനത്തിൽ തണലിൽ ചെന്ന് ഇരിക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഒരു സങ്കീർത്തന വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റും ഏത് സങ്കീർത്തനം എന്ന് പറയാൻ പറ്റും. വാക്യം ഇങ്ങനെയാണ്: വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. സുന്ദരമായ വാക്യാണ്, അല്ലേ? അല്ലയോ? ഉണ്ട്. ഏതാ സങ്കീർത്തനം? പുസ്തകം നോക്കിയാലേ എല്ലാവർക്കും പറയാം. 139 നീണ്ട സങ്കീർത്തനാണ്, അല്പം നീണ്ട സങ്കീർത്തനം. അവസാനത്തെ വാക്യാണ്. സങ്കീർത്തനമെല്ലാം പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥന സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുമ്പോൾ ചൊല്ലുന്ന വാക്യം ഇതാണ്: വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. ഇംഗ്ലീഷിൽ വിക്കറ്റ് വേ എന്നാ പറയുക. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്ക് വ്യസനത്തിനുള്ള കാരണം, അല്ലേ? അല്ലേ? അതല്ലേ? ദുഃഖിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? വിക്കറ്റ് വേ എന്നതിനേക്കാൾ നല്ല വാക്ക് എനിക്ക് തോന്നുന്നു ദുഃഖിക്കാൻ, വ്യസനിക്കാൻ, വേദനിക്കാൻ എന്തെങ്കിലും കാരണം എന്നിൽ ഉണ്ടോ? സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, ഏതാണ്ട് മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് പ്രാർത്ഥന, അല്ലേ? പ്രാർത്ഥന ഇഷ്ടമില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ്. പ്രാർത്ഥിച്ചില്ലേലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയും പ്രാർത്ഥനയൊക്കെ നമുക്ക് ഇഷ്ടമല്ലേ? അല്ലേ? അല്ലേ? നമ്മളിങ്ങനെ യാത്രാമധ്യേ പ്രതീക്ഷിക്കാതെ ചിലപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ, എയർപോർട്ടിൽ വെച്ചോ, മാർക്കറ്റിൽ വെച്ചോ, മോളിൽ വെച്ചോ ചില മനുഷ്യരെ കാണും. അപ്രതീക്ഷിതമായി കാണുന്നതാണ്. പഴയ സ്നേഹിതരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെയാണ്. അവരോട് അല്പനേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു, കുശലാന്വേഷണം നടത്തി ബായ് പറഞ്ഞ് പിരിയാണ്. ചില മനുഷ്യരോട് ബായ് പറയും മുമ്പ് നമ്മൾ ഒന്നുകൊണ്ട് കാര്യം പറയും. ചില മനുഷ്യരോട് പറയത്തില്ലേ? എന്താ പറയുന്നേ? അങ്കിളെ, ആന്റി, അല്ലെ അച്ഛ, ഒന്നോർത്തോണേ, 2 കാര്യം പറയാനില്ലേ? ഇരിക്കുന്നവരുടെ കയ്യിൽ 2 കാര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? 2 or 3 കാര്യം പറയാനില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അച്ഛാ ഓർത്തോണേ, 2-3 കാര്യം, 3-4 കാര്യം പറയാൻ കഴിഞ്ഞില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോന്ന്? 85 വയസ്സുള്ള അപ്പച്ചനും പറയാനുണ്ട്, എൻ്റെ അച്ഛ ഈയിടെയായിട്ട് പഴയ പോലെ മുട്ടിലൊക്കെ ഒരു വില ഒന്ന് ഓർത്തോണേ.
എത്ര വയസ്സുള്ള അപ്പച്ചനാ? 85. 3 വയസ്സുള്ള കൊച്ചിന്റെ അമ്മയും പറയും, എൻ്റെ അച്ഛ കൊച്ചിന് 3 വയസ്സായി, KG ക്ലാസ്സിൽ ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചോനെ. ഇല്ലയോ? അങ്ങനെ അനവധി നിരവധി പ്രശ്നം നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് ഈ മനുഷ്യനെ മുന്നിൽ കിട്ടിയത്. അവൻ പറഞ്ഞു, എന്റെ പൊന്നച്ച ഒന്ന് ഓർത്തോണേ, ഒരു 2 കാര്യം. കാരണം അത്രയ്ക്ക് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് എന്ത്? പ്രാർത്ഥനയുടെ വശ്യമായ ഒരു ശക്തി. 139 സങ്കീർത്തനം ഒരു നീണ്ട പ്രാർത്ഥനയാണ്. പക്ഷെ പ്രശ്നം, നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്, പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് 139 സങ്കീർത്തനക്കാരൻ നടത്തുന്ന പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്തുമായി ബന്ധപ്പെട്ട കിടക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റാ, ഒരു ഫ്ലേവർ ആയിരിക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ ഫ്ലേവർ എന്താണ്? ഫ്ലേവറിന് വ്യത്യാസമുണ്ടോ? ഫ്ലേവർ എന്താണ്? എന്താണ് ഇതിന്റെ മെയിൻ കോർ? എന്താണ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം? കണ്ടന്റ് എന്താണ്? അനുഗ്രഹങ്ങളുടെ ആർത്തി കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹത്തിന്റെ ആർത്തി കൊണ്ട്, ആവശ്യത്തിന്റെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനയും നടത്തുക. അനുഗ്രഹിക്കുന്ന ദൈവത്തോട് നമ്മൾ ഇതേവരെ ചോദിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് 139 സങ്കീർത്തനക്കാരൻ ചോദിക്കുക. അദ്ദേഹം പറയാണ്, നീ എന്നെ ശോധന ചെയ്യണം. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാൻ പറ്റാറുണ്ടോ? ദൈവമേ, നീ എന്നെ ശോധന ചെയ്യണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയാണ്. നീ എന്നെ ശോധന ചെയ്യണം. അനുഗ്രഹിക്കുന്ന ദൈവത്തോടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എന്നെ ശോധന ചെയ്യണം. പണ്ട് ഇസ്രായേലിന്റെ കഥയിലേക്ക് പോകാം. മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം മിസ്രയീമിൽ നിന്ന് എങ്ങോട്ട് വരികയാണ്? കനാനിലേക്ക് വരികയാണ്. മുന്നിൽ വന്നുപെട്ട ഓരോ വംശങ്ങളെ ഒന്നൊന്നായി കൊന്നുമുടിച്ച് തോൽപ്പിച്ച് നിലംപരിയാക്കി ഇസ്രായേൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇസ്രായേൽ എന്ന് കേട്ടാൽ ജനം ഭയം ഓടുന്ന കാലമാണ്. അങ്ങനെ ഇരിക്കെ മോവാബ് പ്രദേശത്ത് സമീപത്തേക്ക് ഇസ്രായേൽ ജനം പാളയമടിച്ചു. മോവാബ് രാജാവ് ദൂരമേ അറിഞ്ഞു, ഇതാ ഇസ്രായേൽ തങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുകയാണ്. മോവാബ് രാജാവിനറിയാം, ഈ ജനത്തെ തോൽപ്പിക്കുവാൻ ഒരു നിവൃത്തിയില്ല. ആകെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ജനത്തെ ഒന്ന് തടഞ്ഞു നിർത്തണം, ഉപരോധിക്കണം. പെട്ടെന്ന് യോഗം കൂടി. സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും മോവാബ് രാജാവിന്റെ അരമനയിൽ കൂടി. അവരൊടുവിലൊരു തീരുമാനം കൈക്കൊണ്ടു. ഇസ്രായേൽ ജനത്തെ ഒന്ന് തടഞ്ഞു നിർത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടിക്കാണും. എന്താ വഴി? അന്ന് ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ പ്രലോഭിപ്പിക്കണം. കാഴ്ചയും നേർച്ചയും കൊടുത്ത് പ്രലോഭിപ്പിച്ച് ഈ പ്രവാചകനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ഒന്ന് ശപിപ്പിക്കണം. എങ്കിൽ ഈ ജനം തോക്കും. ആരാ പ്രവാചകൻ? ആരാ മോവാബ് രാജാവ്? ആരാ 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 ബാലാക്കാണ് രാജാവ്. പ്രവാചകൻ ആരാണ്? ബിലയാമാണ് പ്രവാചകൻ. ബാലാക്ക് രാജാവ് മോവാബ് രാജാവ് ബിലയാമിന്റെ അടുക്കിലേക്ക് ആളയച്ചു. ബിലയാം നീണ്ട ഒരു കഥയാണ്. ബിലയാമിന്റെ മറുപടി ഇങ്ങനെയാണ്: ഇത് വല്ലാത്തൊരു ജനമാണ്, ഒരു ശാപവും ഏശില്ല. എന്താണ്? ഇത് വല്ലാത്തൊരു ജനമാണ്, ഒരു ശാപവും ഏശില്ല. കാരണം യഹോവയുടെ കൈ അവർക്ക് മീതെ ഉണ്ട്. സഹോദരങ്ങളെ, ദൈവജനത്തിന്റെ പ്രത്യേകത, തമ്പുരാന്റെ കരം നീട്ടിയിരിക്കുന്നു ദൈവജനത്തിന്റെ ശിരസിന് മീതെ. നമ്മൾ എത്രയോ കാലങ്ങളായി കേട്ടു തഴമ്പിച്ച ഒരു ആശീർവാദം ഉണ്ടല്ലോ. കുർബാന ഒഴിച്ച് ഏത് കർമ്മം കഴിഞ്ഞാലും പുരോഹിതരിൽ പ്രമാണി പടിഞ്ഞാറോട്ട് തിരിയും, അല്ലേ? തിരുമേനിയെങ്കിൽ തിരുമേനി, അച്ഛന്മാരെങ്കിൽ ഏതെങ്കിലും ഒരു സീനിയർ അച്ഛൻ കയ്യിൽ കുരിശും പിടിച്ചോണ്ട് പടിഞ്ഞാറോട്ട് തിരിയും. എന്തോന്ന് ആശീർവാദം നടത്തുന്നത്? കുർബാന ഒഴിച്ച്. വിവാഹം
ശവസംസ്കാരം, മാമൂദീസ, കൂത, എന്തുമാവട്ടെ, ഏത് സന്ധ്യാനമസ്കാരം ഏത് കഴിഞ്ഞാലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് എങ്ങനെ ആശീർവാദം നടത്തുക? അല്ല, അതല്ലാതുണ്ട്. അത് എന്നെങ്കിലും വരുന്ന ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും സുനിലച്ചനല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച എന്ന് പറഞ്ഞേക്കണേ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കുറെ കാലമായില്ലേ? എന്നിട്ടും നമുക്കൊരു ബോധ്യമില്ല. തമ്പുരാന്റെ കരം നീട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനത്തെ സംരക്ഷിക്കാനും ജനത്തെ അനുഗ്രഹിക്കുവാനുമാണ്. എന്നാൽ സഹോദരങ്ങളെ, സങ്കീർത്തനക്കാരൻ തന്നെ നിലവിളിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. യഹോവേ, നിന്റെ കൈ എനിക്ക് ഭാരമായി തീരരുത്. രണ്ടും കോൺട്രഡിക്ഷനാണ്. ആദ്യത്തേത് യഹോവയുടെ കൈ നീട്ടിയിരിക്കുന്നത് ജനത്തെ അനുഗ്രഹിക്കാനാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, നിന്റെ കൈ എനിക്ക് ഭാരമായി തീരരുതേ. രണ്ടും രണ്ടറ്റമാണ്. രണ്ടാമത്തേത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാമോ? എന്തോന്ന്? രണ്ടാമത്തേത് എന്താണ്? അനുഗ്രഹിക്കുവാൻ നീട്ടിയിരിക്കുന്ന കരം ഭാരമായി തോന്നാതിരിക്കണമെങ്കിൽ മൂന്നാമത്തെ പ്രാർത്ഥന നടത്തണം. എന്താണത്? യഹോവേ, നീ എന്നെ ശോധന ചെയ്യണം, എന്താണ് വ്യസനമാർഗമെന്ന് എന്നെ അറിയിക്കണം. ഒരു അപകടം, ഒരു പരാജയം വരും മുമ്പ് പ്രാർത്ഥിക്കണം. എന്താ? നീ എന്നെ ശോധന ചെയ്യണം. തമ്പുരാന്റെ കരം ഭാരമാകുക, അതിനേക്കാൾ വലിയ അപകടം വരാനുണ്ടോ? അനുഗ്രഹിക്കാൻ നീട്ടിയിരിക്കുന്ന കരം ഭാരമായി തോന്നുക എന്തോ ഒരു അരാജകത്വമാണ്, എന്തോ ഒരു തകർച്ചയാണ്. അതിനു മുമ്പ് പ്രാർത്ഥിക്കണം, യഹോവേ, നീ എന്നെ ശോധന ചെയ്യണം, എന്താണ് വ്യസനമാർഗമെന്ന് എന്നെ അറിയിക്കണം. ജീവിതത്തിൽ സാധാരണ ഒരു മനുഷ്യരും ഇഷ്ടപ്പെടാത്തതാണ് ശോധന ചെയ്യപ്പെടുക എന്ന് പറയുക. കുറവ് വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുക സാധാരണ മനുഷ്യർ ഇഷ്ടപ്പെടുന്നതാണോ? ആണോ? അല്ല സഹോദരങ്ങളെ. ഒരു കാര്യം കൂടി സാന്ദർഭികമായി പറയട്ടെ. നമ്മുടേത് സുന്ദരമായ ഒരു ആരാധനാ പാരമ്പര്യം ഓർത്തഡോക്സ് സഭയുടേത്. ഒത്തിരി കൂദാശകളുണ്ട്, അല്ലേ? എണ്ണിയാലൊടുങ്ങാത്ത കൂദാശകളാണ്, ഒത്തിരി അനുഷ്ഠാനങ്ങളാണ്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ അനുഗ്രഹിച്ചു, നമ്മയൊക്കെ വളർത്തി വലുതാക്കി. സാമ്പത്തികമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി നമ്മൾ ഒത്തിരി വളർന്നു. ദോഷം പറയരുതല്ലോ. ഈ വളർച്ചയ്ക്ക് ആനുപാതികമായി ഈ കൂദാശകളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ കേവലമായി കൊണ്ടാടുകയാണ്, അല്ലേ? വല്ല കുറവുണ്ടോ? ഏത് കൂദാശയ്ക്കും കുറവുണ്ടോ? ഉണ്ടോ? കൊച്ചു ജനിച്ചാൽ മാമൂദീസ എത്ര കേമമായി നമ്മൾ നടത്തില്ലേ? മകന്റെ വിവാഹം എന്തൊരു കേമമാണ്. അപ്പച്ചൻ മരിച്ചാൽ അടക്കം അതിലും കേമമാണ്. അപ്പച്ചന്റെ അടിയന്തരം അതിനേക്കാൾ കേമമാണ്. ഒരു വീട് വെച്ചാൽ വീടിന്റെ ശുദ്ധി കൂദാശ അതിനേക്കാൾ കേമമാണ്. നല്ല കാര്യമാണ്. എല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ ഏറ്റവും സുന്ദരമായി നമ്മൾ നിർവഹിക്കുകയാണ്. എന്നാൽ നമുക്കാർക്കും വലിയ ഡിമാൻഡ് ഇല്ലാത്ത ഒരു കുഞ്ഞു കൂദാശ ഈ പൂനെ പള്ളിയുടെ ഏതോ മൂലയ്ക്കും ഇങ്ങനെ പൊടി പിടിച്ച് മറാല പിടിച്ച് കിടപ്പുണ്ട്. ബാക്കി എല്ലാ കൂദാശകളും നമ്മൾ വല്ലാത്ത ആവേശത്തോടെ ആഘോഷിക്കും, ഒരു മടിയില്ല. എന്നാൽ ആർക്കും അത്ര താല്പര്യമില്ലാത്ത ഒരു ചെറിയ കൂദാശ ഈ പള്ളിയുടെ ഒക്കെ മൂലയ്ക്ക് ഉരുണ്ട് കിടപ്പുണ്ട്, പൊടി പിടിച്ച് മറാല പിടിച്ച് കിടപ്പുണ്ട്. ഏത് കൂദാശയാ? അല്ലല്ലോ, നിങ്ങൾ വേറെ വഴിക്ക് ചിന്തിച്ചു. നമുക്ക് വലിയ സ്വീകാര്യം. രണ്ട് ധ്രുവങ്ങളിൽ മാത്രമേ ഈ സാധനം നമ്മൾ ഏറ്റെടുക്കത്തുള്ളൂ. ഞങ്ങൾ ആണുങ്ങൾ ഇച്ചിരി വീര്യം മൂത്തവരാണ്. ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ കുർബാന കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷത്തിൽ 2-3 പ്രാവശ്യം ഒരു പരിപാടിയുണ്ട് പള്ളിയകത്ത്, ഇല്ലേ? എവിടെയല്ലേ? ഇല്ലേ? അപ്പൊ 2 കീറണമെങ്കിൽ ഈ കൂദാശ വർഷത്തിലൊന്ന് ഏറ്റെടുക്കണം. ഇപ്പൊ സ്ത്രീകൾക്കും. പിന്നെ ഞങ്ങൾ ഈ അമ്മമാരും സഹോദരിമാരും ഭക്തി ഇച്ചിരി മൂത്ത കൂട്ടമാണ്. ഞങ്ങളെ പോലെയല്ല, ഞങ്ങളെ പോലെയല്ല. ഭക്തി ഇച്ചിരി കൂട്ടം നിങ്ങൾക്കല്ലേ? ആണും. അപ്പൊ ഈ വലിയ നോമ്പ് വരുമ്പം ഇവര് വിചാരിക്കും, സുനിലച്ചൻ എന്നാ വിചാരിക്കും? എന്ത് ചെയ്തില്ലെങ്കിൽ
അപ്പൊ മനസ്സിലായി. ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ആണുങ്ങൾ, അച്ഛനല്ല ആണുങ്ങൾ, പൊതുയോഗത്തിൽ ഇരിക്കണമെങ്കിൽ വർഷത്തിലൊരിക്കൽ ഈ സാധനം തൊട്ടുകൂട്ടണം. സ്ത്രീകൾ എന്താ വിചാരിക്കുക? ഈ വെള്ളി നോമ്പ് വരുമ്പോൾ സുനിലച്ചൻ എന്തോ വിചാരിക്കും. ഈ രണ്ട് നിർബന്ധം കൊണ്ട് മാത്രം നിർവഹിക്കുന്ന ഒരു കൂദാശയാണ് എന്തോന്ന് കുമ്പസാരം. നിങ്ങളോടായിട്ട് ചില കാര്യം പറയാ, നാട്ടിലെങ്കിലും ചെന്ന് പറയരുതേ. നാട്ടുംപുറമൊക്കെ മാറി, പഴയ നാട്ടൊന്നുമല്ല, പഴയ കാരക്കലൊന്നുമല്ലല്ലോ ഇപ്പം, അല്ലേ? ആണോ കല്ലുപ്പറേ? അല്ല, ആരാണ്ട് അറിയാവുന്ന കുറെ മുഖമുണ്ട്, അല്ലേ? പഴയ തിരുവല്ലയാണോ ഇപ്പോഴത്തെ തിരുവല്ല? ആണോ 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 അല്ല. വ്യത്യാസമുണ്ടോ? നാട്ടുംപുറം ഒത്തിരി മാറി. പണ്ട് ഒരു വീട്ടിൽ ഒരു കുഞ്ഞിന്റെ മാമൂദീസ നടത്താൻ തീരുമാനിച്ചാൽ ആരും പറയണ്ട, കൊച്ചിന്റെ അപ്പനും അമ്മയും തലതൊടുന്ന വല്യപ്പനോ വല്യമ്മോ പോയി കുമ്പസാരിച്ച് കുർബാന കൊള്ളും. അങ്ങനെയല്ലായിരുന്നു പണ്ട്, അല്ലേ? ആന്നു. കല്യാണം വന്നാൽ ചെറുക്കനോ പെണ്ണോ നേരത്തെ കാലത്തെ പോയി കുമ്പസാരിച്ച് കുർബാന കൊള്ളും. ഇന്ന് അപ്പനും അമ്മയും കൊണ്ട് പതുക്കെ തലയെറിഞ്ഞൊരു വരവുണ്ട് എൻ്റെ അടുത്തോട്ട്. ഈ വരവ് കാണുമ്പോഴേ മനസ്സിലാവും ഉണ്ണി എന്തിനാണ് വരുന്നത്. എൻ്റെ വായിന്ന് ചില ഉത്തരം കേൾക്കണം. അതിനുവേണ്ടി അവര് വരിക. തലചെറിഞ്ഞ് വരുമ്പോഴേ അറിയാം ഉണ്ണി എന്താണ് ആഗ്രഹിക്കുക, എന്താണ് ആവശ്യം എന്നറിയാമോ? അച്ഛാ അത് എന്തോന്നാ അച്ഛാ, അത് പിള്ളേരൊക്കെ അത് പൂനെന്ന് 8-ാം തീയതി എങ്ങാണ്ടൊക്കെ വരത്തുള്ളൂ അച്ഛാ അത് അവരെ കഴിഞ്ഞ നോമ്പിലൊക്കെ അത് വേണോ അച്ഛാ? എന്തോന്നാ കുമ്പസാരിക്കണമെന്നാണ്. അപ്പൊ എന്റെ വായിൽ നിന്ന് കേൾക്കണം, എന്തോ കേൾക്കണം? കുഴപ്പമില്ല. അമ്മജി കൃത്യം പറഞ്ഞു, കുഴപ്പമില്ല. അത് കേട്ടാൽ നിങ്ങൾക്ക് വല്ലാത്ത ആശ്വാസം. അച്ഛൻ പറഞ്ഞു, ഞാൻ പറയാമോ? പാവം സുനിലച്ചൻ പറയാമായിരിക്കും. ഞാൻ പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ. എന്റെ കൊച്ചിന്റെ മാമോദീസ 10-20 വർഷം മുമ്പ് കഴിഞ്ഞു. എനിക്ക് ഒരു നിർബന്ധമില്ല നിന്റെ കൊച്ചിന്റെ മാമോദീസയ്ക്ക് നീ കുമ്പസാരിക്കണം. നാട്ടുപുറത്ത് പിന്നെ എവിടെ ചെത്താലും ഒത്തിരി മൽപ്പാന്മാർ കാണും എല്ലാ പള്ളിയിലും. ഇവിടുത്തെ കാര്യം ഒത്തിരി എനിക്ക് അറിയത്തില്ല കേട്ടോ, ദൈവത്തെ ഓർത്ത് ഞാൻ ഇവിടുത്തെ കാര്യം ഒന്നുമല്ല പറയാ. ഏത് പള്ളിയിൽ ചെന്നാലും അല്ലറ ചില്ലറ മൽപ്പാന്മാർ എല്ലാ പള്ളിയിലും കാണും. ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്നറിയാമോ? എന്താ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇന്ന് കൈമുത്താൻ വന്നപ്പം, കുർബാന കൊള്ളാൻ വന്നപ്പം അവൻ വന്നിട്ടില്ല. ആരെ? കുർബാന കഴിയുമ്പോൾ മാമോദീസ ഉണ്ട്. ആ കൊച്ചിന്റെ അപ്പനും അമ്മയും വന്നിട്ടില്ല. അപ്പൊ അവനൊരു സോക്കേട് തുടങ്ങും. അവൻ ഇരിക്കപ്പെടുന്നില്ല. പിന്നെ എവിടെ ഇട്ടാലും ഈ കൊച്ചിന്റെ വല്യപ്പനെ കാണും. എന്താ ചെറുക്കൻ കുർബാന കൊണ്ടില്ലല്ലോടാ, എന്താ കുർബാന കൊണ്ടില്ല. അപ്പൊ അപ്പച്ചന്റെ ഒരു ദീർഘശ്വാസത്തോടൊരു മറുപടിയുണ്ട്. നമ്മുടെ പുതിയ അച്ഛൻ ഇതിൽ ഒരു കാര്യത്തിലും നിങ്ങൾ തന്നെ നിർബന്ധമില്ല. പഴി മൊത്തം ആർക്കായി? അച്ഛനായി. അച്ഛനൊന്നും ഇവിടെ നിന്റെ കൊച്ചു മോന്റെ മാമൂദീസായിക്ക് നീയും നിന്റെ മോനും കുമ്പസാരിക്കണമെന്ന് ഏത് അച്ഛൻ പറഞ്ഞിട്ടാണ് നിനക്ക് അറിയാനിരിക്കുക? കാലം ഇത്ര എന്നായിരുന്നു മണി ഈയിടെ. അതുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഞാൻ ഈ യാത്ര ചെയ്തു പോവുക. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുന്ന ഞാൻ കണ്ടു. അവരുടെ മകന്റെ കല്യാണം 2 ആഴ്ച കഴിഞ്ഞ്. ഞാൻ അവരെ പിന്നെ യാദൃശ്യമായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഇവിടെ നിൽക്കുന്ന കണ്ടല്ലോ രണ്ടുപേരും കൂടെ അല്ലായിരുന്നു? അത് ഈ പരിപല് കാണുമ്പോഴേ അറിയാം എന്തോ ഗുഡൻസ് ഉണ്ടെന്ന്. ഭാര്യയും ഭർത്താവിടെ കണ്ണിക്കണ്ണ് നോക്കി ഈ ഉത്തരം കിട്ടാത്ത മറുപടികൾ പറയാമല്ലോ, ഇങ്ങനെ മുക്കിയും മൂളിയും പറഞ്ഞു. ഞാൻ വേണ്ടിച്ച് അവിടെ എന്തായിരുന്നു? അതച്ഛ അവിടെ ഒരു ഓഫീസിൽ പോയതാ. നമ്മൾ ഏത് ഓഫീസാ? അതച്ഛ അവിടെ ഒരു ഓഫീസ് ഉണ്ട് അവിടെ. നമ്മൾ ഏത് ഓഫീസാ? അച്ഛ എന്താണ് അറിയത്തില്ല. അടുത്ത മറുപടി കേട്ടാണ്, നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാ. അച്ഛ ഇപ്പോഴേ എല്ലാം പിള്ളേരാച്ച, ഇപ്പം പിള്ളേരാച്ച എല്ലാം ചെയ്യുന്നേ. ഇപ്പൊ എല്ലാം ആരാ ചെയ്യുന്നേ?
പിള്ളേര്. എന്താ പ്രശ്നം എന്നറിയാമോ? നാട്ടിൻപുറത്ത് ജീവിച്ച 2 ഭാര്യയും 60-65 വയസ്സ് പ്രായമുള്ള അപ്പനും അമ്മയും, അത്രയൊക്കെ ഉള്ളൂ. പാവം പിടിച്ച മനുഷ്യരാണ്. എവിടെ പോയി നിൽക്കാന്നറിയാമോ? ഈവന്റ് മാനേജ്മെന്റ് ഓഫീസിൽ പോയി നിന്നതാ. എന്തിനാണെന്നറിയാമോ? 2 സ്റ്റെപ്പ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്തിനാ? പൂനെയിലൊന്നും ആയില്ല, കല്ലുപ്പാറയൊക്കെ ആയി. എന്തിനാ? കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, അച്ഛന്റെ ഭക്ഷണം പള്ളിമുറിയിലോട്ട് തന്നാ പോരെ അച്ഛാ? സന്തോഷമാ. അപ്പൊ എന്തിനാന്നറിയാമോ? എന്തിനാ? കപ്പിൾ ഡാൻസ്. ചെറുക്കൻ്റെ അപ്പനും അമ്മയും പെണ്ണിന്റെ അപ്പനും അമ്മയും തമ്മിൽ 2 ചുവട് വെക്കണം. പൂനെ ചുവട് വെക്കുന്ന എനിക്കൊരു വിരോധമില്ല കേട്ടോ. നിങ്ങൾ വെച്ചോ, 1-2 വെച്ചോ. ഞാൻ പറഞ്ഞതിന്റെ ഉദാഹരണമാണ്. ഈ കപ്പിൾ ഡാൻസ് സ്റ്റെപ്പ് പഠിക്കാൻ ഏതെങ്കിലും വികാരി നിങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സുനിലച്ഛനോ ജയകോശി അച്ഛനോ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും? ജയകോശി അച്ഛനല്ലേ ഇത്? അല്ല, തെറ്റിപ്പോയി. ബെഞ്ചമിൻ അച്ഛൻ. പേര് മാറിയുന്നില്ല, അച്ഛനാണല്ലോ. അപ്പം ഈ ബെഞ്ചമിൻ അച്ഛനോ, അച്ഛൻ്റെ പേര് തോമസ് കുട്ടി അച്ഛൻ. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല പൂനെയിലെ ബോംബെയിലെ ഏതെങ്കിലും മനുഷ്യനെ നിർബന്ധിച്ചിട്ടില്ല. കപ്പിൾ ഡാൻസിന് 2 സ്റ്റെപ്പ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഒരു വികാരിയും പറയണ്ട. പക്ഷെ ഏതൊരു വികാരി പറയണം? അപ്പൊ നിങ്ങൾ ചോദിക്കും, അതല്ലേ അച്ഛന്റെ പണിന്ന്? അതല്ലേ അച്ഛന്റെ പണി? സഹോദരങ്ങളെ, ഈ പണിയൊക്കെ നിർബന്ധം കൊണ്ട് ചെയ്യേണ്ടത് പണിയല്ല സഹോദരങ്ങളെ. ഇതൊക്കെ ജീവിതത്തിൽ ആത്മാവിന്റെ എരിവോടെ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ കൂദാശയോട് നമുക്ക് അടുപ്പം നഷ്ടപ്പെടുന്നത്? സിമ്പിളാണ്. ഒരു ചെറിയ ചലഞ്ച് ഈ കൂദാശ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിയാണ്. എന്താണെന്നറിയാമോ? എന്നെ അറിയുന്ന ഒരുവന്റെ മുമ്പിൽ എനിക്ക് ഓപ്പൺ ആകാൻ പറ്റുന്നില്ല എന്നതാണ്. ജീവിതത്തിൽ കുറവുകൾ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് നമുക്കൊക്കെ വളർച്ച ഉണ്ടാവുന്നത്. ദൈവസന്നിധിയിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്യണം, എന്താണ് വ്യസനമാർഗം എന്നെ അറിയിക്കണം. പണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനോടൊത്ത് യാത്ര ചെയ്ത് തുടങ്ങിയിട്ട് കാലം ഏതാണ്ട് 3-3.5 വർഷമായി. പെട്ടെന്ന് ഒരു ദിവസം നല്ല ബുദ്ധി തോന്നി. അവൻ ആദ്യം അറിയാതെ ശത്രുപക്ഷത്തോട് ചേർന്ന രഹസ്യത്തിൽ ഗുരുവിന് വില പറഞ്ഞൊപ്പിച്ചു. എത്രയാണ് വില? 30 വെള്ളിക്കാശാണ്. 30 വെള്ളിക്കാശ പണി തീർത്ത ശേഷം യൂദ മഹാപുരോഹിതന്റെ അരമനയിൽ ചെന്ന് 2 കൈയും നീട്ടി വാങ്ങി. പിന്നെ ഈ മനുഷ്യരെ നാം കാണുന്നത് എവിടെയാണ്? എവിടെയാ കാണുക? മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിയാടുന്ന യൂദയാ പിന്നെ കാണുക. ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? യൂദയ്ക്ക് എന്ത് സംഭവിച്ചു? മനോഹരമായി ഒരു ഭക്തൻ കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഗുരുവിന് വില പറഞ്ഞ യൂദ 30 വെള്ളിക്കാശുമായി സ്വന്തം ഭവനത്തിലേക്ക് ഓടി. ആരുമില്ല, ഒറ്റയ്ക്ക് അടച്ച മുറിക്കുള്ളിൽ കയറിയിരുന്ന ഈ പണക്കിഴി തുറന്നിട്ടു. വെള്ളിക്കാശിന്റെ കിലുക്കവും തിളക്കവും ഈ മനുഷ്യനെ വല്ലാതെ ഉന്മാദിയാക്കി. ഒരു രസത്തിന് തന്റെ ജീവിതത്തിൽ തന്നോട് ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക് ഒന്നൊന്നായി വിലയിടാൻ തുടങ്ങി. ഗുരുവിന് 30 ഇട്ടവൻ ഒന്നൊന്നായി താഴോട്ട് വിലയിട്ടു. അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സ്നേഹിതർക്കും ഒക്കെ വിലയിട്ട് ഇങ്ങനെ വന്നു. അവസാനം യൂദയ്ക്ക് മനസ്സിലായി, ഈ തന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യനും കൂടെ മാത്രം വിലയിട്ടാ മതി. അപ്പോഴാ മനസ്സിലായത് അവശേഷിക്കുന്ന മൂല്യം എത്രയാ? 30 താഴോട്ട് വന്നു. ഒറ്റയാക്കൂടെ വിലയിട്ടാ മതി. അപ്പം മനസ്സിലായി മൂല്യം എത്രയായി? താഴോട്ട് വന്നു. 29, 28, 27 വന്നു. അവസാനം എത്തിയപ്പം മനസ്സിലായി ഇനി കയ്യിൽ ഒന്നുമില്ല. വിലയില്ലാത്ത ജീവിതം വെച്ച് അവസാനിപ്പിക്കുവാൻ യൂദ നിർബന്ധിതനായി. സഹോദരങ്ങളെ, ഇത് മനുഷ്യ ജീവിതത്തിന്റെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത ഏറ്റവും നിർഭാഗ്യകരമായ അവസാനത്തിന്റെ ചിത്രമാണ്. തമ്പുരാന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കി
ഒന്ന് പ്രാർത്ഥിക്കേണ്ടു, യഹോവേ നീ എന്നെ ഒന്ന് വിലയിടണം. ലോകം മുഴുവനും എനിക്ക് വിലയില്ല എന്ന് എത്ര ആവർത്തി വിളിച്ചു പറഞ്ഞാലും തമ്പുരാൻ പറയും, ഇവൻ എനിക്ക് വിലയേറിയവനാണ്, മാന്യനാണ്. നമ്മൾ പറയും അവൻ ഒട്ടും മാന്യതയില്ലാത്തവനാണ്, അവൻ വിലയില്ലാത്തവനാണ്, അവൻ വെറും അപമാനിതനാണ്. തമ്പുരാൻ പറയും, ഒന്ന് ശിരസ് കുമ്പിട്ട് ഒന്ന് മുട്ടുമടക്കിയാൽ മതി. തമ്പുരാൻ വിളിച്ചു പറയും, ഇവൻ എനിക്ക് മാന്യനാണ്, ഇവന് എനിക്ക് വിലയേറിയവനാണ്. അതുകൊണ്ടാണല്ലോ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിന് കൂട്ടിലുള്ള 99 ആടിനേക്കാൾ അധികം വിലയുണ്ട് എന്ന് പറഞ്ഞു. പോക്കറ്റിൽ കിടക്കുന്ന 9 നാണയത്തിന് നഷ്ടപ്പെട്ട ഒന്നിനേക്കാൾ വിലക്കുറവാണെന്ന് പറഞ്ഞു. ഒരു കൂട്ടം പുരുഷാരത്തെ മൊത്തം നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെക്കാൾ അപ്പുറം ജീവിക്കാൻ അവകാശമുള്ളത് ഈ പിഴച്ച് ജീവിക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഒന്നേ വേണ്ടൂ, തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. യഹോവേ നീ എന്നെ ശോധന ചെയ്യണം, നീ എന്നെ ശോധന ചെയ്യണം, എന്താണ് വ്യസനമാർഗമെന്ന് എന്നെ അറിയിക്കണം എന്ന് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാനാവണം. ദൈവമേ നീ എന്നെ ശോധന ചെയ്യണം, എന്താണ് വ്യസനമാർഗമെന്ന് എന്നെ അറിയിക്കണം. ഒറ്റ വ്യസനമാർഗം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ രാത്രി. അത് മറ്റൊരു സങ്കീർത്തനക്കാരന്റെ നിലവിളിയാണ്. സങ്കീർത്തനക്കാരൻ തലപൊക്കി ചുറ്റുമൊന്ന് നോക്കി, ചങ്കു പൊടിഞ്ഞുപോയി. എന്താ സങ്കീർത്തനക്കാരന് ചങ്കു പൊടിയാൻ കാരണം? 12-ാം സങ്കീർത്തനം ആദ്യ വാക്യാണ്, യഹോവേ രക്ഷിക്കണമേ. എന്താ കാരണം? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. യഹോവ രക്ഷിക്കണം, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. സങ്കീർത്തനക്കാരൻ അറിയാം, ഭക്തനില്ലാത്ത തലമുറ നശിക്കും ഉറപ്പാണ്, ഭക്തനില്ലാത്ത സമൂഹം ഗതികെട്ടു പോകും ഉറപ്പാണ്. നമ്മളൊക്കെ ഇത് വിചാരിക്കുന്നുണ്ട്, നമ്മുടെ കൈയുടെ കരുത്തുകൊണ്ട്, തലയുടെ വലിപ്പം കൊണ്ട്, കാലിന്റെ ബലം കൊണ്ടാണ് ഇത്രമാത്രം സമൃദ്ധിയോടെ ജീവിക്കുന്നതെന്ന് നമ്മുടെ വിചാരം. സഹോദരങ്ങൾ, ഇതൊന്നും കൊണ്ടല്ല. ഇന്നും അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള ചില മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഗതി പിടിച്ച് ജീവിക്കുന്നത്. അബ്രഹാം എന്ന മനുഷ്യൻ പണ്ട് ദൈവത്തോട് സംസാരിക്കാൻ അനുവാദം ചോദിച്ചു. നശിക്കാൻ പോകുന്ന ഒരു സമൂഹത്തെ കണ്ടുകൊണ്ടാ ചോദിച്ചു, ദൈവമേ ഒന്ന് അനുവദിക്കണം. 50 തുടങ്ങി താഴോട്ട് വന്നു 10 വരെ എത്തുന്നത് വായിക്കുന്നുണ്ട്. ഞാൻ പറയും, ഉപ്പിൽ ഒരെണ്ണത്തിനെ കിട്ടാഞ്ഞിട്ട് സോദോം ഗോമോറ അഗ്നിക്കിരയായി. ഒറ്റയൊരു ഭക്തനുണ്ടായിരുന്നെങ്കിൽ നാശം ഒഴിവായതേ. സഹോദരങ്ങളെ, ഇന്നും അവിടെയും ഇവിടെയുമുള്ള ചില്ലറ മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഗതി പിടിച്ചിരിക്കുന്നത്. കുടുംബങ്ങളും തലമുറയും സമൂഹവും നശിക്കാതിരിക്കുന്നത് ചില മനുഷ്യർ ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഭക്തനില്ലാതെ പോകുന്നത്? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? ആരാധന ഇല്ലാഞ്ഞിട്ടാണോ? പ്രസംഗിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. എന്താ കാരണം? സിമ്പിളാ കാരണം. തൊട്ടടുത്ത വാക്യം, അവർ കപടതയുള്ള ആദരത്തോടും ഇരുമനസ്സോടും സംസാരിക്കുന്നു. ഫ്ലാറ്ററിംഗ് ലിപ്സ്, ഡബിൾ ഹാർട്ടഡ് മൈൻഡ്. നമ്മളേറെ സിമ്പിൾ എന്നല്ലേ വിചാരിക്കുക. നമ്മുടെയൊക്കെ വിചാരമുണ്ട്, നമ്മളൊക്കെ ആരാണ്? ഞാൻ വിചാരിക്കും, നിങ്ങളും വിചാരിക്കും, നമ്മളൊക്കെ ആരാണ്? അല്ലറ ചില്ലറ ചെറിയ ചെറിയ പ്രശ്നമുണ്ട്, നമ്മളൊക്കെ ആരാണ്? ഡീസന്റ് ആണ് അല്ലേ? ഡീസന്റ് അല്ലേ? ആണോ? ചിന്നമ്മയും അന്നമ്മയും മോളിയും ജേക്കബും കുര്യനും ജോർജും ഞാനും എല്ലാം ആരാ? ഡീസന്റാ അല്ലയോ? കണ്ടിട്ടൊക്കെയല്ലേ തോന്നുക? ഡീസന്റ് ആയിട്ടല്ലേ തോന്നുക? നമ്മുടെ ഡീസൻസി എന്താണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങൾ രാവിലെ നാളെ എഴുന്നേറ്റു, പതിവ് വിട്ട് നേരത്തെ ഒരുങ്ങി, കാറെങ്കിൽ കാറ്, സ്കൂട്ടറെങ്കിൽ സ്കൂട്ടർ, നടന്നെങ്കിൽ നടന്നാം. ആദ്യം വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങി. ആദ്യത്തെ പരിചയക്കാരൻ മറാഠി ആവട്ടെ, പൂനക്കാരനാവട്ടെ, മലയാളി ആവട്ടെ, ആരുമാവട്ടെ, നിങ്ങളെ അറിയുന്ന ഒരു സ്നേഹിതൻ പരിചയക്കാരൻ ചോദിച്ചു, രാവിലെ സാർ എങ്ങോട്ടാ? നാട്ടിൻപുറത്തെ പഴയ മറുപടി എന്താണ്? ഇവിടുത്തെ എനിക്കറിയില്ല, ദേ ഇവിടം വരെ അല്ലേ? ആരൊക്കെയാ? ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പം രണ്ടാമത്തെ പരിചയക്കാരൻ കാണും. എങ്ങോട്ടാ രാവിലെ? ദേ. ഹിന്ദിയിൽ എങ്ങനെയാ പറയുന്നത്? ഹിന്ദിയിൽ എന്തെന്നാ പറയുന്നത്?
ഇതത്തക്, ഇതത്തക്, അത് കറക്റ്റ് മലയാളത്തിന്റെ ഇതത്തക്, ഇവിടം വരെ. ചില കഴിഞ്ഞ് മൂന്നാമത്തെ ആളും കൊണ്ട് രാവിലെ അങ്ങോട്ട് ഇവിടം വരെ. രാവിലെ കണ്ട 3 പേരോട് നിങ്ങൾ കള്ളം പറഞ്ഞോ? ഇല്ല. സത്യം പറഞ്ഞോ? ഇതിന്റെ പേരാണ് നമ്മുടെ ഡീസൻസി. സത്യം പറയില്ല, കള്ളവും പറയില്ല. നമ്മൾ ആരാണ്? ഡീസന്റ് ആണ്. ഇതിന്റെ പേരാ സഹോദരങ്ങളെ കാപട്യത എന്ന് പറയുക. ഞാനും നിങ്ങളും കാപട്യത്തിന്റെ അങ്കി കൊണ്ട് നമ്മെ തന്നെ ഒളിപ്പിച്ച് ജീവിക്കുന്ന കൗശലമുള്ള മനുഷ്യരാണ്. ആ വാചകം ഒന്നുകൂടെ പറയട്ടെ. കാപട്യത്തിന്റെ അങ്കി കൊണ്ട് നമ്മെ തന്നെ ഒളിപ്പിച്ച് ജീവിക്കുന്ന കൗശലമുള്ള മനുഷ്യരാണ്. എനിക്ക് എത്ര മുഖമുണ്ടെന്നറിയാമോ? എനിക്കൊരു ഭാര്യയുടെ അടുത്ത് ഒരു മുഖം, ആകെ ഒരു മകൻ, അവന്റെ അടുത്ത് വേറൊരു മുഖം, പള്ളി വരുമ്പം പള്ളിക്കാട് അടുത്ത് വേറൊരു മുഖം, സ്നേഹിതരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവിടെ വേറൊരു മുഖം. നമുക്ക് പോലും എണ്ണിയാൽ ഒതുങ്ങാത്ത എത്രയോ മുഖങ്ങളുണ്ട് സഹോദരങ്ങളെ. യേശുദമ്പുരാൻ പരസ്യ ജീവിതത്തിൽ ഒരു മനുഷ്യനോടും കോപത്തോട് സംസാരിച്ചിട്ടില്ല, ഒരു മനുഷ്യനോടും എതിർത്ത് പറഞ്ഞിട്ടില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പക്ഷേ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അതിവിശുദ്ധമായി യേശു പറയുന്ന വാക്യമുണ്ട്, അയ്യോ നിങ്ങൾ പരീശനെ പോലെ ആവരുത്, അവന് കഷ്ടം എന്നാ പറയുക. എന്താ കാരണം? യേശു പറഞ്ഞു പുളിമാവ് നിസ്സാരമാണ്, ഇത്രയുള്ളൂ, പക്ഷെ പിണ്ടം മുഴുവനും ഇത് പുളിപ്പിക്കും. നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ കെൽപ്പുള്ള പുളിമാവിന്റെ പേരാണ് ജീവിതത്തിലെ കാപട്യം എന്ന് പറയുന്നത്. പണ്ട് നാട്ടിൻപുറത്ത് പറയുമായിരുന്നു, വടി വെക്കുന്നിടത്ത് കൊട വെക്കില്ല, വടി വെക്കുന്നിടത്ത് കൊട വെക്കില്ല. ഡ്യൂപ്ലിസിറ്റി എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. എന്താണ് ഡ്യൂപ്ലിസിറ്റി? ഡ്യൂപ്ലിക്കേറ്റ് എന്ന വാക്കിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു കഴിവിന്റെ പേരാണ് ഡ്യൂപ്ലിസിറ്റി. ഏതാ കഴിവ്? നമുക്കൊക്കെ ഉള്ള ഒരു കഴിവിന്റെ പേരാ ഡ്യൂപ്ലിസിറ്റി. എന്താ കഴിവ്? ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളിൽ മനുഷ്യന് മാത്രമുള്ള ചില അനന്യമായ യുണീക്കായ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് 3 തലങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യനുണ്ടാവുക. എന്തൊക്കെയാ? ചിന്ത, വാക്ക്, പ്രവൃത്തി. ഡ്യൂപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കും, മറ്റൊന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കും. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചോണം, എങ്ങോട്ടാ പോവുക? തെക്കോട്ടാണ്. ഒന്ന് ചിന്തിക്കും, വേറൊന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ഒത്തിരി മോഡേണായ ഒരു കാലത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഒരു ഒത്തിരി ടിപ്പിക്കൽ ടേംസ് ഉണ്ട്. ഈ കാലത്തിന്റെ ടിപ്പിക്കൽ വേർഡ്സ് ആണ്, പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എന്താണ്? PG കഴിഞ്ഞ പിള്ളേരെ, ഡോക്ടറേറ്റ് കഴിഞ്ഞ പിള്ളേരെയൊക്കെ നമ്മൾ ക്രാഷ് കോഴ്സിന് വിടുക. എന്തിനു വേണ്ടി? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. സത്യത്തിൽ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത് എപ്പോഴാ? അധികം കോഴ്സിന്റെ കാര്യമൊന്നുമില്ല. മലയാളത്തിൽ പേഴ്സൺ എന്നതിന്റെ മലയാള വാക്ക് ഏതാ? വ്യക്തി എന്നാണ്. എന്താണ്? വ്യക്തി. വ്യക്തി എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തതയുള്ളവൻ എന്നാണ്. എന്താണ്? വ്യക്തതയുള്ളവൻ. അപ്പൊ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി വളരണമെങ്കിൽ സിമ്പിളാണ്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ സ്ട്രൈറ്റ് ലൈനിൽ വന്ന് വീണാ മതി. എന്താ? ചിന്ത, വാക്ക്, പ്രവൃത്തി സ്ട്രൈറ്റ് ലൈനിൽ വന്നാൽ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകും, തർക്കമില്ല. ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യക്തതയില്ലാതെ ജീവിക്കുമ്പോൾ അവരെന്തില്ലാവില്ല? വ്യക്തിത്വം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ചിന്തയും വാക്കും പ്രവൃത്തിയും 3 എങ്ങനെ സമർത്ഥമായി ഒളിപ്പിക്കാം എന്നാ വിചാരിക്കുന്നത്. യേശുദമ്പുരാൻ പറഞ്ഞു, ഇത് ജീവിതത്തെ തകർക്കുന്ന പാതകമാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചോട്ടെ, നിങ്ങളോട് തന്നെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവമേ, കാപട്യമില്ലാതെ ജീവിപ്പാൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് സത്യസന്ധമായി പറഞ്ഞേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവമേ, കാപട്യമില്ലാതെ, കൗശലമില്ലാതെ, വഞ്ചനയില്ലാതെ, ഉപായമില്ലാതെ ജീവിപ്പാൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങുന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കണം.
ജീവിതത്തിലെ ഒന്നാമത്തെ വ്യസനത്തിന്റെ കാരണം ജീവിതത്തിലെ കാപട്യമാ സഹോദരങ്ങളെ. യേശുവരാന് നിക്കോദീമോസിനോട് ഒരു ചെറിയ സംവാദം, ഡയലോഗ് ഉണ്ടല്ലോ നിക്കോദീമോസുമായിട്ട്. ഏത് വിഷയത്തെക്കുറിച്ചാ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. നിക്കോദീമോസുമായിട്ട് ഏത് വിഷയത്തെക്കുറിച്ചാ ഡയലോഗ് നടത്തിയത്? നിത്യജീവനെ കുറിച്ചാണ്. നമ്മളെ പോലെ നിക്കോദീമോസിന് ഒന്നും മനസ്സിലായില്ല. നിക്കോദീമോസിനും ഒന്നും മനസ്സിലായില്ല എന്താണ് നിത്യജീവൻ. അവസാനം യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കും, കണ്ടത് സാക്ഷിക്കും. എന്താണ്? അറിയുന്നത് പറയും, കണ്ടത് സാക്ഷിക്കും. ഇതിന്റെ പേര് നിത്യജീവന്റെ പ്രതിഫലനം എന്നാണ്. ഈ വാക്യം ഞാൻ പറയും ഈ കാലത്ത് ഏറെ സൂക്ഷ്മതയോടെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന വാക്യമാണ്. ഏത് വാക്യം? അറിയുന്നത് പറയും, കണ്ടത് സാക്ഷിക്കും. വർത്തമാനകാലം ഈ വാക്യത്തിന്റെ പ്രസക്തി ആവശ്യപ്പെടുന്ന കാലമാണ്. നിത്യജീവന്റെ അനുഭവക്കാരായ ഞാനും നിങ്ങളും ഈ വാക്യം മറക്കാതെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കണം. കാരണം അത്തരത്തിൽ വികടമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ? രാവിലെ എഴുന്നേൽക്കുന്നതിന് എന്തിനു വേണ്ടിയാ? രാവിലെ എഴുന്നേൽക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? തലയുടെ കീഴിൽ വെച്ചിരിക്കുക, തലകണയുടെ പില്ലോയുടെ സൈഡിൽ വെച്ചിരിക്കുക, ഇടതൊന്ന് വലത്തൊന്ന്. രാവിലെ എഴുന്നേൽക്കുന്നതിന് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പണി എന്താ? ഞാൻ പറയുമ്പം നിങ്ങളെ മഹാഭൂരിപക്ഷം പേരുടെ കാര്യമാണ് പറയുന്നത്. അതിലല്ലാത്ത മനുഷ്യർ കാണും, കൊള്ളാം, അവരെ ഉദ്ദേശമല്ല. ഭൂരിപക്ഷം എന്നെ പോലെ ഉള്ള സാധാരണ മനുഷ്യര്, നിങ്ങളെ ഉൾപ്പെടെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പണി എന്താണ്? വലതുനിന്നും എടുക്കും, ഇടതുനിന്നും വന്നെടുക്കും, അല്ലേ? എന്തോന്നാ? മൊബൈൽ എടുക്കും. അത് ചെയ്യുന്ന പണി എന്താണ്? വാട്സപ്പ് ഓപ്പൺ ആക്കുക. ഇതിനെന്താ പരിപാടി? രാവിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൈ കിട്ടിയ 5-8 വീഡിയോ ഓർ പോസ്റ്റ് എന്തെങ്കിലുമായിട്ട് ഒരു 15 പേർക്ക് ടക്ക് ടക്ക് ടക്കെന്ന് പോസ്റ്റ് ചെയ്തു, ഫോർവേഡ് ചെയ്തു. എന്തൊരു സുഖമാണെന്നറിയോ? രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പണി എന്താണ്? എനിക്ക് വന്ന സാധനം ഒരു 15 പേർക്ക് ടിക്ക് 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 അടിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടായി കാര്യമെല്ലാം അറിയുക. ഇപ്പൊ 100,500 ഗ്രൂപ്പുകളാണ്. LKG ഒരുമിച്ച് പഠിച്ചവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പ്രൈമറി പഠിച്ചവർ വേറെ ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിൽ പേരൊക്കെ രസമാണ്. പേരിടുന്നതിൻ്റെ ഒക്കെ ഭയങ്കര രസകരമായ ക്യൂട്ടായ ക്യാപ്ഷനൊക്കെ ഗ്രൂപ്പിന്റെ പേര്, അല്ലേ? എഴുതിയേ ആണോ? ഭയങ്കരമാണ്. പിന്നെ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവര്, പിന്നെ പിന്നെ എല്ലാവരും നോക്കുന്നു, ഇയാൾക്കൊരു പണിയില്ല, ഇതൊക്കെയുള്ള പറയാനെന്ന്. പിന്നെ ജോലി ചെയ്തിരുന്നവർ ഇന്ന കമ്പനിയിൽ ഇരുന്നപ്പോൾ, പിന്നെ കല്യാണം കഴിച്ച് വന്നപ്പം സ്വന്തം വീട്ടിലെ കസിൻസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഉള്ള ലോസ് കസിൻസ് എല്ലാം കൂടെ അങ്ങനെ 100,500 ഗ്രൂപ്പാ. എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതേ ഉള്ളൂ പറയാൻ: അറിയുന്നതേ പറയാവൂ, കണ്ടതേ സാക്ഷിക്കാവൂ. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വളരെ അപകടകരമായി നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് അപകടകരമായി നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിത്യജീവന്റെ അവകാശികളായ ഞാനും നിങ്ങളും, ഞാൻ വിചാരിച്ചു യേശു ഇത്രയും നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ വാക്യാണ്, അറിയുന്നതേ പറയാവൂ, കണ്ടതേ സാക്ഷിക്കാവൂ. നിങ്ങളൊരു പോസ്റ്റ് മിനിമം ഒരാൾക്കെങ്കിലും ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് 2 ചോദ്യത്തിനെങ്കിലും ഉത്തരം കണ്ടെത്തണം. ഒന്നാമത്, ഞാൻ ഈ വായിച്ചത്, കണ്ടത്, കേട്ടത് സത്യമാണോ? ഞാൻ കണ്ടത്, വായിച്ചത്, കേട്ടത് സത്യമാണോ? ബോധ്യം വരുന്നില്ലെങ്കിൽ അത് ചെക്ക് ചെയ്യണം. ഇത് സത്യമാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് സത്യമാണ് എന്ന ബോധ്യം വന്നതിന് ശേഷമേ എന്ത് ചെയ്യാവൂ? അടുത്തൊരാളോട് ഇത് പറയുക പോലും ചെയ്യാവൂ. 2, പറയുന്നത് കൊണ്ട് ആ ആൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇത് രണ്ടുമില്ലാത്ത കാര്യം പറഞ്ഞിട്ടും അറിയിച്ചിട്ടും എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ടോ? 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 അറിയുന്നതേ പറയാവൂ, കണ്ടതേ സാക്ഷിക്കാവൂ. സത്യം എങ്ങനെ പറയണമെന്ന
വേദപുസ്തകം പറയുന്നത്. സത്യം എങ്ങനെ പറയണമെന്നാ പറയുന്നത്. 15 സങ്കീർത്തനം, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. നമ്മൾക്കിപ്പോ സത്യം സംസാരിക്കുന്നത് എന്തുകൊണ്ടാ? ഗതികേട് കൊണ്ട് മാത്രം. ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ സത്യം പറയത്തുള്ളൂ. സത്യം അങ്ങനെയല്ല, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഒരുത്തൻ തെറ്റ് കാണിച്ചാൽ പറയണം, എടാ നീ കാണിച്ചത്, നീ പറഞ്ഞത് ശരിയല്ല പറയണം. നമ്മൾ എന്താ ചെയ്യാ? ഞാനൊന്നും കേട്ടിട്ടുമില്ല, അച്ഛ അങ്കിൾ വല്ലതും കേട്ടായിരുന്നു, അച്ഛ ഏതാണ്ടൊക്കെ കേട്ടു, ഒന്നും മനസ്സിലായില്ല. പറയാനാണെങ്കിൽ രാത്രി മൊത്തം പറയണം. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നിർബന്ധമായും, നമുക്ക് ഈ ലോകത്തെ ആസ്വദിക്കണമെങ്കിൽ നിർബന്ധമായും എന്തു വേണം? നിർബന്ധമായും എന്തു വേണം? ഈ ലോകത്തെ ആസ്വദിക്കണമെങ്കിൽ നിർബന്ധമായി എന്തു വേണം? ഇന്ദ്രിയങ്ങൾ വേണം. എന്താണ് വേണ്ടിയത്? ഇതിനെന്തിനു വേണ്ടി തന്നിരിക്കുന്നത്? ഇന്ദ്രിയം. ലോകത്തെ അറിയുന്നത്, അനുഭവിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്. എത്ര എണ്ണം ഉണ്ട്? സെൻസസ്. ഹൗ മെനി സെൻസസ് യു ഹാവ്? 5 ആണേ, തർക്കമൊന്നുമില്ലേ? പൂനെയിലും 5, കേരളത്തിലും 5. ഈ സെൻസസുകൾക്ക്, ഇന്ദ്രിയങ്ങൾക്ക് പൊതുവായൊരു പ്രത്യേകതയുണ്ട്. ഇത് 5ഉം സത്യത്തിന്റെ നേർസാക്ഷികളാണ്. എന്താണ്? സത്യത്തിന്റെ നേർസാക്ഷികളാണ് 5 ഇന്ദ്രിയങ്ങളും. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. സന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നു. നിങ്ങളുടെ ചെവി കൃത്യം പറഞ്ഞു, ഇന്ന ആൾ പാടുന്നു, ദാ യേശുദാസ് ഇവിടെ കുമാർ സാനു എങ്കിൽ കുമാർ സാനു, സോനു നിഗം എങ്കിൽ സോനു നിഗം, അല്ലേ? പിന്നെ ആരാ? സുഖന്ദർ സിംഗ്, എന്തോ ആരേലും ആവട്ടെ, അല്ലേ? കുറെ പേരുണ്ടല്ലോ, അല്ലേ? ശ്രേയ ഘോഷാൽ, ചിത്ര. കൃത്യം ചെവി പറയും, ചിത്രയുടെ പാട്ട് ദാ കേൾക്കുന്നു. സന്ധ്യയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ എവിടെങ്ങനാണ് കുന്തിരിക്കത്തിന്റെ മണം വന്നാൽ മൂക്കൊടനെ പറയും, തോ എവിടെയോ കുന്തിരിക്കം പുകയ്ക്കുന്നു. കിച്ചണിൽ കയറി പാത്രത്തിന്റെ ഇടയ്ക്ക് ഞാൻ എടുക്കാൻ പോയതാ. അപ്പോൾ ഏതോ പാത്രത്തിന് അടുത്തൂടെ കൈ പോയപ്പോൾ സ്കിൻ പറഞ്ഞു, അത് ചൂടുള്ള പാത്രമാണ്, അല്ലേ? അല്ലേ? അങ്ങനെ പുനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പം കണ്ണു പറഞ്ഞു, തോ നമ്മുടെ സുനിലച്ചൻ അങ്ങ് മൂലയ്ക്ക് നിൽക്കുന്നു. ഇന്ദ്രിയങ്ങൾക്കെല്ലാം സത്യം മാത്രമേ നമ്മളെ ബോധിപ്പിക്കൂ. പക്ഷെ നമ്മളൊരു പണി ചെയ്യും, ഇതിനെല്ലാം ഉള്ളിലോട്ടെടുക്കും, എന്നിട്ട് പുറത്തോട്ടൊരു സാധനം വിടും. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങൾ തരുന്ന സാധനം, ഈ അറിവുകളെല്ലാം നമ്മൾ ഉള്ളിലെടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ആൻഡ് മാച്ച് നടത്തി പുറത്തോട്ട് വിടും. അതിന്റെ പേരാണ് കാപട്യം. അടുത്ത ഞായറാഴ്ച കൈമുത്തി കഴിഞ്ഞ് സുനിലച്ചൻ ചോദിക്കും, അങ്ങളെ നാണ്ട അവിടെ വെച്ച്, ഇവിടുന്ന് പറയാൻ സ്ഥലം അറിയത്തില്ല, അതുകൊണ്ടാ ആ സർക്കിളിൽ അവിടെ വെച്ച് വെള്ളിയാഴ്ച ഒരു 6 മണി ആയപ്പോ നിൽക്കുന്ന കണ്ടായിരുന്നല്ലോ. അങ്കിളിന്റെ ഒരു മറുപടിയുണ്ട്, എന്താണെന്നറിയാമോ? പറയേ. അച്ഛനായിരുന്നു. എന്തോന്ന്? അച്ഛൻ. എനിക്ക് തോന്നിയായിരുന്നു അച്ഛാ. ആ 2 ഉണ്ടക്കണ്ണ് അന്നേരെ പറഞ്ഞത് അതാ സുനിലച്ചൻ പോകുന്നുവെന്ന്. അന്നേരമേ ഉണ്ടക്കണ്ണ് അന്നേരമേ സെൻസ് ചെയ്തതാണ് സുനിലച്ചൻ ദാ പോയി. ആ അങ്കിളാണ് ഇപ്പം പറയുന്നത്, അയ്യോ അച്ഛനായിരുന്നു, എനിക്ക് തോന്നിയായിരുന്നു. ഇതിന്റെ പേരാണ് കാപട്യം. നമ്മൾ നിസാരമെന്ന് വിചാരിക്കും, പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത്. നിസാരമെന്ന് വിചാരിക്കും. ജീവിതത്തെ തകർക്കുന്ന പാതകത്തിന്റെ പേരാണ് ജീവിതത്തിലെ കാപട്യവും ജീവിതത്തിലെ വഞ്ചനകളും കൗശലങ്ങളും ഉപായങ്ങളുമെല്ലാം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, വ്യസനത്തിന്റെ കാരണമായി തിരിച്ചറിയണം. ജീവിതത്തിന്റെ കാപട്യം, വഞ്ചന, ഉപായം തകർച്ചയ്ക്ക് കാരണമാണ്, വ്യസനത്തിന്റെ കാരണമാണ്, ഭക്തരെ ഇല്ലാതാക്കുന്നതാണ്. ഭക്തരില്ലെങ്കിൽ സമൂഹം നശിക്കും. ഭക്തനുണ്ടാകണമെങ്കിൽ കാപട്യം വിട്ടൊഴിയണം സഹോദരങ്ങളെ. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ നടുവിലും കാപട്യത്തിന്റെ അങ്കികളില്ലാതെ, കൗശലത്തിന്റെ ഉപായങ്ങളില്ലാതെ, ഉപായത്തിന്റെ മേലാപ്പുകളില്ലാതെ നിർമ്മലരായി ജീവിപ്പാൻ നമുക്കാകണം. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായി തീരുമ്പോഴാണ് ഞാനും നിങ്ങളും ഭക്തനായി തലമുറയ്ക്ക് അനുഗ്രഹമായി മാറുക. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായി സമന്വയിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും നീതിമാനായി സമൂഹത്തിന്റെ ഗതിക്ക് കാരണമായി മാറുക.
അല്ലാതെ വരുമ്പോൾ ഈ സമൂഹം നാശത്തിലേക്ക് വഴുതി വീഴും. അപകടമാണ് തിരിച്ചറിയുക. അമ്മയുടെ മധ്യസ്ഥതയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം ഓർക്കുക, അമ്മയെ പോലെ തലമുറയ്ക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ കാപട്യമില്ലാതെ, വഞ്ചനകളില്ലാതെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനാകണം. സഹോദരങ്ങളെ, ഇത് വ്യസനമാർഗമായി തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കാപട്യമില്ലാതെ ജീവിപ്പാൻ നീ എന്നെ അനുഗ്രഹിക്കണം.